മെലിസ കൊടുങ്കാറ്റ് കരതൊട്ടു. മണിക്കൂറിൽ 296 കിലോമീറ്റർ വേഗതയിലാണ് കൊടുങ്കാറ്റ് വീശിയടിച്ചത്. മെലിസ ജമൈക്കയിൽ കനത്ത നാശം വിതച്ചു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് തെക്കു പടിഞ്ഞാറൻ ജമൈക്കയിൽ മെലിസ കരതൊട്ടത്. കാറ്റഗറി 5 കൊടുങ്കാറ്റായ മെലിസ കരതൊട്ടതോടെ ജമൈക്കയിൽ അതിശക്തമായ കാറ്റും പേമാരിയുമുണ്ടായി. വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീണു. പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. കൊടുങ്കാറ്റ് കനത്ത നാശം വിതച്ചതായി ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് പറഞ്ഞു. ആശുപത്രികൾ ഉൾപ്പെടെ നശിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം മെലിസയുടെ വേഗം 125 കിലോമീറ്ററായി കുറഞ്ഞ് കാറ്റഗറി 3 കൊടുങ്കാറ്റായി ദുർബലമായി. തുടർന്ന് ജമൈക്കയിൽ നിന്ന് ക്യൂബയിലേക്ക് നീങ്ങി. എന്നാൽ ഏറ്റവും ഒടുവിൽ ക്യൂബയിലേക്ക് നീങ്ങുന്നതിനിടെ മെലിസ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. കാറ്റഗറി 3-ൽ നിന്ന് 4-ലേക്ക് കടന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്ത് 2025-ൽ വീശിയടിച്ചവയിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ കാറ്റാണ് മെലിസ. ജമൈക്കയിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച നാശങ്ങളുടെ ചിത്രം തെളിയുന്നതേയുള്ളൂ. നദികൾ കരകവിഞ്ഞൊഴുകുന്നതായും ജമൈക്കയിൽ 77% വൈദ്യുതി തകരാറിലായതായും പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു. നൂറ്റാണ്ടിൻ്റെ കൊടുങ്കാറ്റെന്നാണ് മെലിസയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. മെലിസ വരുത്തിയ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി അറിയാൻ ദിവസങ്ങൾ വേണ്ടിവരും. മെലിസ കൊടുങ്കാറ്റ് സംഹാര താണ്ഡവമാടിയാൽ ജമൈക്കയിൽ വൻ നാശം വിതയ്ക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാറ്റഗറി 5 കൊടുങ്കാറ്റ് പൂർണ്ണ ശക്തിയോടെ വീശിയാൽ വൻ നാശം വിതയ്ക്കുമെന്നാണ് ജമൈക്കൻ പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയത്. കാറ്റഗറി 5 കൊടുങ്കാറ്റ് നേരിടാൻ കഴിയുന്ന ഒരു അടിസ്ഥാന സൗകര്യവും ഈ മേഖലയിലില്ലെന്നും അതിനാൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്നും ജമൈക്കൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. മെലിസ കരതൊടുന്നതിന് മുന്നോടിയായി ഉയർന്ന പ്രദേശങ്ങളിലേക്കും ഷെൽട്ടറുകളിലേക്കും മാറാൻ ജമൈക്കൻ അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൊടുങ്കാറ്റ് കനത്ത കാറ്റിനും വൻ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും യുഎസിലെ നാഷണൽ ഹരിക്കെയിൻ സെൻറ്റർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മെലിസ കൊടുങ്കാറ്റ് ഏറെ അപകടകാരിയാണെന്ന് വിദഗ്ധർ അറിയിച്ചിരുന്നു. കൊടുങ്കാറ്റ് അതിവേഗം ശക്തി പ്രാപിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിന് വിധേയമായി. ശനിയാഴ്ച രാവിലെ മെലിസ വെറുമൊരു ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മാത്രമായിരുന്നു. എന്നാൽ കൊടുങ്കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 115 കിലോമീറ്ററിൽ നിന്ന് ഞായറാഴ്ച മണിക്കൂറിൽ 225 കിലോമീറ്ററായി വർദ്ധിച്ചു. തിങ്കളാഴ്ച രാവിലെയോടെ അത് കാറ്റഗറി 5 ചുഴലിക്കാറ്റായി മാറി. കരീബിയൻ പ്രദേശത്ത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ കൊടുങ്കാറ്റുകളിൽ ഒന്നാണിത്. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയോടെ കൊടുങ്കാറ്റിൻ്റെ ഭാവം വീണ്ടും മാറി.